എവരിവൺ, വെൽക്കം ടു എക്സാം വൈ ചാനൽ. നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ എക്സാം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന കാര്യമായിട്ടുള്ള ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ കാണുന്ന സംഗതി എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ എന്താണ് ഭയങ്കര പരാതിയാണ്. സ്ഥിരമായിട്ട് വരുന്ന രൂപത്തിലല്ല ഇപ്രാവശ്യം എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, അറിയാത്ത ചോദ്യങ്ങളൊക്കെയാണ് വന്നത്, ഇത്ര ടഫുള്ള എക്സാം ഞാൻ എഴുതിയിട്ടില്ല എന്നൊക്കെ പറയുന്ന മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരുപാട് കുട്ടികളോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ എക്സാം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയതിനു ശേഷം എക്സാമിൻ്റെ പാറ്റേൺ ഒരു കഴിഞ്ഞ വർഷം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്നുണ്ടാകും. കുറച്ചൊന്ന് ചെറിയ രൂപത്തിൽ നിന്നിട്ടുണ്ട്, ഒന്ന് ലെവലപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ എക്സാം ആണെങ്കിലും അത് ഈ പറഞ്ഞ രൂപത്തിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരിക എന്നുള്ള കാര്യം ഒഴിവാക്കിക്കൊണ്ട് ചോദ്യങ്ങളൊക്കെ പുതിയ ലെവലിലേക്കും പുതിയ രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ആഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ഒരു മാറ്റം ആയിട്ടാണ് ചില കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷ എഴുതി വന്ന ആ രീതിയിൽ നിന്ന് ചില വ്യത്യാസം ഉണ്ടായപ്പോൾ അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് എന്ത് ചെയ്തു, അവർക്കൊരു പക്ഷേ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എക്സാം വൈ ലേണിംഗിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഓൾറെഡി ചെയ്ത് പരിചയമുള്ളതാണ്. ആ കുട്ടികളുടെ മാർക്കിൽ ഒരു മാറ്റം ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. കാരണം നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ തന്നെ അത്രയും അധികം ക്വസ്റ്റ്യൻസ് ഇതേ രൂപത്തിലുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം എക്സാമിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ എക്സാം അനലൈസിസ് നമ്മൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ, അതിലെ ക്വസ്റ്റ്യൻ വന്ന പാറ്റേണിൽ വന്ന വ്യത്യാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇതിലെ എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നതല്ല നമ്മുടെ രീതി. ക്വസ്റ്റ്യൻസിലൊക്കെ വന്ന രീതിയിൽ വന്ന മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് എക്സാമിന് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഉപകാരപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിലെ നമുക്കറിയാം, ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതത്ര നമുക്ക് പരിചയമില്ല. കാരണം ഏറിപ്പോയാൽ ഒരു ക്വസ്റ്റ്യന് അങ്ങനെയൊക്കെ സാധാരണ മുമ്പ് വന്നിട്ടുണ്ടാവുള്ളൂ. അതന്നെ ഓപ്ഷൻ ABCD തന്നിട്ടുണ്ടാവില്ല. ഒരു 4 ഓപ്ഷൻ ഇതിലേതാണ് ശരി, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പം അതിൽ നിന്ന് മാറി ഇപ്രാവശ്യം എന്താ ഒരു 4 സെന്റൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ള രൂപത്തിൽ ഒരു പുതിയ മെത്തേഡാണ് കുട്ടികൾക്ക് എക്സാമിന് വന്നിട്ടുണ്ടാവുക. അപ്പം ഈ ചോദ്യം ആദ്യമായിട്ട് കാണുന്ന ഒരാൾ പഠിച്ചോനെ ഇതെന്തോ വലിയ സംഗതിയാണെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷെ വായിച്ചു നോക്കിയാലോ വളരെ സിമ്പിളാണ്. ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തു, ചെറിയ രൂപത്തിൽ ഒരു MCQ ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നോക്കിക്കതാ, മെൻഡലേവ് അറേഞ്ച്ഡ് എലമെന്റ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ്. എല്ലാവർക്കും അറിയുന്ന പോയിന്റ് അല്ലേ? മെൻഡലേവ് എന്താണ്, അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയോ ഡിസൈൻഡ് പീരിയോഡിക് ടേബിൾ ഓൺ ദ ബേസ് ഓഫ് അറ്റോമിക് നമ്പർ ആണ് രണ്ടാമത്തത്. അപ്പൊ രണ്ടാമത് റോങ് ആണ്. മൂന്നാമത്തത് മോസ്റ്റ്ലി ഡിസൈൻഡ് പീരിയോഡിക് ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് അറ്റോമിക് നമ്പർ. നമുക്കറിയാം മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിന്റെ ഓർഡറിലാണുള്ളത്. അത് കറക്റ്റ് ആണ്. ദർ ആർ 8 ഗ്രൂപ്പ് ആൻഡ് 7 പീരിയഡ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ. 8 ഗ്രൂപ്പാണോ? അല്ല, 18 ഗ്രൂപ്പും 7 പീരീഡ് ആയിരുന്നെങ്കിൽ കറക്റ്റ് ആകുമായിരുന്നു. ഇവിടെ 8 തന്നിട്ടുള്ളൂ. അപ്പൊ അതുമല്ല. അപ്പൊ 1ഉം 3യുമാണ് കറക്റ്റ്. അപ്പോൾ വായിച്ചു നോക്കണം. സ്റ്റേറ്റ്മെന്റ് 1 and 2 എന്നാണ് കൊടുത്തത്, അല്ല ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 എന്ന് കൊടുത്തത്, അതുമല്ല. സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ കറക്റ്റ്. അപ്പൊ C ആയിരിക്കും കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1 and 4 ആർ കറക്റ്റ്, അതുമല്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ C ആണ് വരിക. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ എഴുതി വെക്കേണ്ടി വരും. ഈ രൂപത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുല്ലുവരെയാണ്. കാരണം നമ്മളെ ഈ പറഞ്ഞ നമ്മുടെ എക്സാമിയുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ മെറ്റീരിയൽസിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 40-50 ക്വസ്റ്റ്യൻസ് മിനിമം ചെയ്യാനുണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം എന്താണ്, ഈ രൂപത്തിലുള്ള MCQ ടൈപ്പാണ് അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എന്തായിരിക്കും, പരിചയം ഉണ്ടാകും. മാത്രമല്ല ഏകദേശം ഇതേ മോഡൽ തന്നെ കണ്ടോ, 4 സെന്റൻസ് തരുന്നു. എന്നിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ, ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഇതേ രൂപത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഓൾറെഡി നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ മെറ്റീരിയലൊക്കെ ഒരുപാട് നമ്മളെ കുട്ടികൾ ഓൾറെഡി ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ. ഇതും നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സാം പാറ്റേണിൽ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ട ഒരു ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അസേഷൻ കൊടുക്കും, അതിന്റെ റീസണും കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് ഇത് അസേഷൻ ആണോ റീസൺ, ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കിക്കേ, ദ എലമെന്റ്സ് സോഡിയം അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് ഓഫ് ദ 3rd പീരിയഡ് ഫ്രം ആൻ അയോണിക് കോമ്പൗണ്ട് വിത്ത് ക്ലോറൈൻ. Okay, next electron gain enthalpy is
high for 17th group of element. അപ്പോൾ assertion കൊടുത്തിട്ടുണ്ട്, reason കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ assertionും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ബട്ട് reason R is the not the correct explanation of A എന്നാണ് കൊടുത്തത്. റീസൺ എന്താണ്? ഈ പറഞ്ഞ അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നാണ്. ഇനി ബി, എ ആൻഡ് ആർ അഥവാ അസേഷനും റീസണും കറക്റ്റ് ആണ്, ആർ എന്താണ്? കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ ആണെന്ന് കൊടുത്തത്. എ ഈസ് കറക്റ്റ് ബട്ട് ആർ റീസൺ ഈസ് നോട്ട് കറക്റ്റ്. എ ഈസ് നോട്ട് കറക്റ്റ് ബട്ട് ആർ ഈസ് കറക്റ്റ്. അപ്പൊ ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസും കണ്ടില്ലേ, എക്സാം വൈഡ് നമ്മുടെ ഫൗണ്ടേഷൻ മെറ്റീരിയലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ വരാറുണ്ട്. നമ്മുടെ യൂണിറ്റ് എക്സാമുകളിൽ കുട്ടികളുടെ ചോദിക്കാറുണ്ട്. CBSEയുടെ ക്വസ്റ്റ്യനുകളിൽ ഇങ്ങനെയുള്ള ലെവലിൽ നിന്ന് സ്ഥിരമായിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മളെ ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ വന്നൊരു മാറ്റം എന്താ വെച്ചാൽ കുറച്ചുകൂടി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാകും. പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ മാറിയില്ലേ, ആ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുമ്പോൾ ഒരു മാറ്റം വന്ന് കാരണം കാണുന്നത് വെച്ചാൽ CBSEയുടെ അഥവാ NCERTയുടെ സിലബസിലേക്ക് കുറച്ചും കൂടി അടുക്കുവാനുള്ള രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തിട്ടുണ്ട് അതിൽ വന്നിട്ടുണ്ട്. ചില മാറ്റങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനുകൾ, അതേപോലെ തന്നെ അതിൻ്റെ മെത്തേഡിലൊക്കെ പല മാറ്റങ്ങളും ആ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. നല്ലതാണ് അല്ലേ? ഈ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, നെക്സ്റ്റ് എക്സാമിനും ഇതേപോലെയുള്ള ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ചോദിക്കുന്നുണ്ടാകും അല്ലേ? അതേപോലെ അതിനുശേഷം വന്ന ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് അറിയുന്ന ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ എക്സാമിന് പലതവണ വന്നിട്ടുള്ള മുമ്പൊക്കെ നമുക്ക് എഴുതി പരിചയമാണ്. ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്. നീൽസ് ബോർ ഉണ്ട്. നീൽസ് ബോറിന് എന്താണ്? സ്റ്റേഷനറി എനർജി ലെവൽസ് ആണ് വരിക. വില്യം ക്രൂക്സ് ഉണ്ട്, റൂദർഫോർഡ് ഉണ്ട് അല്ലേ? റൂദർഫോർഡ് ഏതായിരുന്നു? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ്. വില്യം ക്രൂക്സ് ഏതാണ്? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ആണ്. ന്യൂട്രോൺ നമ്മളെ ആരായിരുന്നു? ജെയിംസ് ചാഡ്വിക്. അത് ആ പേരിൽ കൊടുത്തിട്ടില്ല. ഇത് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. അപ്പൊ ഇതേപോലത്തെ ചോദ്യം തന്നെ ഇതിട്ട് നോക്കണം. ABCDയിൽ ഏതാണ്? ABC അപ്പോൾ മാച്ച് ദ ഫോളോയിങ് മാത്രം ചെയ്താൽ പോരാ, നമ്മളിങ്ങനെ വെറുതെ വരച്ചാൽ പോരാ. ABCDയിൽ ഏതാണ്? ഓക്കെ, ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനാണ്. അപ്പോൾ നോക്കേണ്ടി വരും. എക്സ് ആരുമായിട്ടാണ്? ക്യൂവുമായിട്ടാണ്. എക്സ് ക്യൂ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, എയും വരാം ബിയും വരാം. ഇനിയോ വൈ ആരുമായിട്ടാണ്? വൈ ആറാണ്. രണ്ടിലും വൈ ആറാണ്. ഇനി സെഡോ റൂദർഫോർഡ് ZP ആണ് അല്ലേ? ZP വരുന്നത് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാ കറക്റ്റ്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഇത് നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടെത്താൻ പറ്റണം. പണ്ടത്തെ പോലെ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് 4 വര വരച്ചാൽ ആൻസർ കിട്ടൂല. ഇതുപോലുള്ള ഒരുപാട്, ഇതിലിപ്പോൾ 3 ആൾക്കാരല്ലേ അല്ലെ? 3 സയന്റിസ്റ്റുമാരും അവരുടെ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഡിസ്കവറീസ് ഒക്കെ ചോദിക്കുന്നത്. ഇപ്പൊ കേട്ടോ, ഇവിടെ എക്സാം ബൈ ലേണിംഗിലെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് അല്ലേ? ഒരുപാട് സയന്റിസ്റ്റുമാരുണ്ട് അല്ലെ? ജോൺ ഡാൾട്ടൺ മുതൽ പിന്നെ നമ്മുടെ ചാഡ്വിക്കും ഗോൾഡ് സ്റ്റീൻ അടക്കമുള്ള മുഴുവൻ സയന്റിസ്റ്റുമാരും അവരുടെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പൊ അങ്ങനത്തെ ടൈപ്പൊക്കെ ഓൾറെഡി നമ്മൾ കുട്ടികൾ എന്തിട്ടുണ്ടാവും, ഓൾറെഡി ചെയ്തിട്ടുണ്ടാകും. ഇനിയോ പിന്നെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്ന് ലെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ PQRS 4 എലമെന്റ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് എലമെന്റ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്? സെയിം ഗ്രൂപ്പിൽ അല്ലെ? ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ അന്ന് നമ്മളെ എക്സാമിന് കുറച്ച് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ദിവസം മുമ്പ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പല ക്വസ്റ്റ്യൻസും പല ഭാഗത്തു നിന്ന് കിട്ടിയ പല ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിന് നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അന്നും ഇതേപോലത്തെ ക്വസ്റ്റ്യനുകളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? ഇവയിൽ ഒരേ പീരീഡിൽ ഉൾപ്പെടുന്നത് ഏത്, ഇവയിൽ വലിപ്പം കുറഞ്ഞത് ഏത്, അതേപോലെ ഗ്രൂപ്പ് ഏത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രൂപ്പും പീരീഡും കാണാൻ അറിയണം, അത്രേ ഉള്ളൂ. ഇവിടെയും അതേപോലെ തന്നെ അല്ലെ? സെയിം ഗ്രൂപ്പിൽ വരുന്നത് ആരൊക്കെയാണ് വരുന്നുണ്ടാവുക? സെയിം ഗ്രൂപ്പിൽ ഇയാള് എന്താണ് 282 ആണ്, ഇയാളോ 2,1 ആണ്, ഇയാൾ 2882 ആണ് അല്ലെ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇയാളും സെക്കൻഡ് ആണ്, 2 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും, അവർ സെയിം ഗ്രൂപ്പിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദീസ് എലമെന്റ് ബിലോങ് ടു ദ സെയിം പീരീഡ്? ഒരേ പീരീഡിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ, ഒരേ പീരീഡിൽ വരുന്നവരാര് അല്ലെ? ഇവർക്ക് 2 പീരീഡ് ആണ്, ഇയാൾക്ക് 2 പീരീഡ് ആണ്, ഇവർക്ക് 3 ആണ്, ഇവർക്ക് 4 ആണ്. അപ്പൊ വരൂല. അപ്പൊ ആരൊക്കെ വരിക ആൻസർ? Pയും Rഉം ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരിക. ഇതേപോലെ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പല സമയങ്ങളിലായിട്ട് യൂട്യൂബിലായിട്ടും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഫൗണ്ടേഷൻ്റെ ലൈവ് ക്ലാസ്സുകളിലായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എത്രയോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി ഇതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിൽ ഐസോ ബാർ ഏതൊക്കെയാണ്, അതിൻ്റെ റീസൺ എന്താണ് അല്ലേ? ഇപ്പോൾ എക്സാം വൈഡ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ തന്നെ കണ്ടോ നിങ്ങൾ, പലതവണ പലയിടത്തു നിന്നും ഈ പല രൂപത്തിൽ പണ്ടത്തെ നമ്മളെ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾ ചോദിച്ച
ക്വസ്റ്റ്യൻസ്, അതിൽ നിന്നൊക്കെ തെരഞ്ഞെടുത്ത ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ പറഞ്ഞ രൂപത്തിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കണ്ടോ, പോസ്റ്റുലേറ്റ്സ് ഓഫ് റുദർഫോർഡ് മോഡൽ, അത് നമ്മൾ 1 2 3 4 എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നമ്മൾ ഫൗണ്ടേഷൻ മെറ്റീരിയലിൽ അങ്ങനെ വളരെ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കൂടുതൽ പോവാതെ വളരെ കറക്റ്റായിട്ട് ആ പോയിന്റുകൾ മാത്രം സിമ്പിളായിട്ട് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ ഈ പറഞ്ഞ സൈസ് ഓഫ് ആറ്റം അല്ലെ, പീരിയോഡിക് ട്രെൻഡുകളെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ പീരിയോഡിക് ടേബിളിൽ ഈ പറഞ്ഞ അറ്റോമിക് സൈസ്, അയഡൈസേഷൻ എനർജി, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെ കൂടുകയാണോ കുറയണോ, ആ കാര്യങ്ങളൊക്കെ അല്ലെ പീരിയോഡിക് ട്രെൻഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സാമിന്റെ സിലബസ് കണ്ടു നിങ്ങൾ, അതിന്റെ പിക്ചർ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ എന്തിട്ടുണ്ട്, ഓൾറെഡി അതിന്റെ കറക്റ്റ് ഡാറ്റ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആകെ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ സ്കൂൾ സിലബസിൽ ഈ പറഞ്ഞ ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ്, ടോപ്പ് ടു ബോട്ടം എന്താണ്, ജസ്റ്റ് അതിന്റെ അറ്റോമിക് സൈസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്നാൽ അപ്പുറത്ത് നമ്മളെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് പോകുമ്പോൾ, ഒരു കോമ്പറ്റീഷൻ എക്സാം ലെവലിലേക്ക് പോകുമ്പോൾ അതിനേക്കാളും കുറച്ച് ലെവൽ കൂടിയ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, ഈ പറഞ്ഞതൊക്കെ ആറ്റംസ് അല്ലേടാ, ഇവിടെ നമ്മൾ അതിൻ്റെ അയോണുകളാണെങ്കിൽ അതിൽ തന്നെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണുകളാണെങ്കിൽ അതിൻ്റെ സൈസ് എങ്ങനെയായിരിക്കും, അപ്പോൾ ആർക്കാണ് കൂടുതൽ സൈസ് ഉണ്ടാവുക, ആർക്കാണ് കുറവുണ്ടാവുക, അത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഒരു മാർക്ക് പോലും പോവാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റുന്ന അവർ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അല്ലാത്തവർക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പുതുതായി കാണുമ്പോഴേക്കും ഇതെന്തോ വലിയൊരു കാര്യമാണ് വിചാരിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യണം. ഇന്റർനെറ്റിലൊക്കെ തന്നെ എന്നും വരുന്ന ചോദ്യങ്ങൾക്കപ്പുറത്ത് ഒരുപാട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അസേഷൻ റീസൺ ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ള ഒരു കുറച്ച് ലെവൽ കൂടി ചോദ്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കാര്യങ്ങൾ ചെയ്ത് ഇപ്പോഴേ ശീലിച്ചാൽ നമുക്ക് ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് മാർക്ക് പോവാതെ അല്ലെങ്കിൽ പേടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറുകൾ കണ്ടെത്താൻ കഴിയും. ആ രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡ് മാറുക, ആ രൂപത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എന്ത് ചെയ്യുന്നു, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് വരും. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ കൂടുതൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പുതിയ വെറൈറ്റി ക്വസ്റ്റ്യനുകൾ വന്നത് നല്ലതാണോ അതല്ല അത് നെഗറ്റീവാണോ നമുക്ക് ഉണ്ടാക്കിയത്, നിങ്ങളുടെ ഒരു സജഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റായിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. താങ്ക്